നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കൽപ്പന യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ അത് വിശദീകരിച്ചുകൊണ്ട് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നൊരാൾ ചോദിച്ചു. അതിൻ്റെ മറുപടിയായിട്ടാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ ഈശോ പറഞ്ഞത്. നല്ല ശമ്രായനായി നീ വന്നു, നന്മകളേറെ പകർന്നു തന്നു. ഒരു തിരുനാളമായി എരിയുമെൻ മനസ്സിൽ സാന്ത്വനം. പ്രാണനു കുളിരായി സഹയാത്രികനായി നല്ല ശമ്രായനായി നീ വന്നു, നന്മകളേറെ പകർന്നു തന്നു. ഒരു തിരുനാളമായി എരിയുമെൻ മനസ്സിൽ സാന്ത്വനം. പ്രാണനു കുളിരായി സഹയാത്രികനായി. തേക്കാണോ ചെടി? തേക്കല്ലേ? നാടൻ തേക്കായിരിക്കും. അച്ഛൻ വന്നതിന് ശേഷം ഉണ്ടാക്കിയാണോ? അല്ല, നേരത്തെ ഒറ്റത്തടിയാന്ന് തോന്നുന്നു. അതെ. നമ്മൾ വെക്കുന്ന വീടിന് പെൺകട്ടിലേക്ക് 2 കട്ടിലയുടെ ഇതാണ് ഷായിച്ചാൻ എപ്പോഴും ഏതെങ്കിലും പാവപ്പെട്ടവരുടെ, വീടില്ലാത്തവരുടെ, രോഗികളുടെ, അവരുടെ ചിന്ത മാത്രമേ ഉള്ളൂ. എപ്പോൾ ഇവിടെ വന്നാലും അവരുടെ കാര്യം പറയാനേ ഷായിച്ചാൻ. അങ്ങനെ ഞാൻ വന്ന് കണ്ടെത്തി 2 കട്ടിലെ കൊണ്ട് അവിടുന്ന് പോയെ. നോക്കിയപ്പോൾ പുറകിൽ 2 കട്ടിലേയും ചെല്ലും പഴയത്. ആ ഒരു വീട് വെക്കാൻ വേണ്ടി 2 കാലില്ലാത്ത മനുഷ്യൻ വീട് തോട്ടപ്പള്ളി വെക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കട്ടിലേയും ചെല്ലുമില്ല. അച്ഛൻ്റെ ശ്രദ്ധയിൽ പോലും ആ ജനലും കട്ടിലേയും പറ്റിയിട്ടില്ല. ഞാൻ പല വീടുകളിലും പോകുമ്പോൾ ഇങ്ങനെ അച്ഛൻ ഞാൻ ആദ്യം നോക്കുന്നത് ടൈല് പോലും അധികം ബാക്കിയുണ്ടോ, കട്ടിലേയും ചെല്ലും ഉണ്ടോ. അതുകൊണ്ട് 65 വീടിനും ഒരു തടി പോലും വില കൊടുത്ത് മേടിക്കേണ്ടി വന്നിട്ടില്ല. ഷായിച്ചാൻ്റെ ചിന്ത എപ്പോഴും ആരുടെയെങ്കിലും വീട് പണിയെക്കുറിച്ചൊക്കെ ആയിരിക്കും. ആ വീട് പണിയെക്കുറിച്ച്, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എവിടെ പോയാലും എല്ലാം ചിന്തിക്കുമ്പോഴാണ് വിഷയം. അതെ. ഈ പ്രദേശത്ത് ഒരു നല്ല സമരിയാക്കാരനായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഷായിച്ചാൻ. ഞാൻ ഷായിച്ചാനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഷായിച്ചാൻ്റെ ഒരു ഫോൺ കോളിലൂടെയാണ്. ഞാനിവിടെ വന്ന സമയത്ത്, ഈ പള്ളി ചാർജ് എടുക്കുന്ന സമയത്ത്, എനിക്കിവിടെ അധികം പേരെ ഒന്നും അറിയത്തില്ല, ഇടവക്കാരെ മാത്രമേ അറിയത്തുള്ളൂ. ഷായിച്ചാൻ എന്നെ വിളിച്ചിട്ട് ഇവിടെ ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതി സഹായിക്കാൻ വിളിക്കുമ്പോൾ എന്തെങ്കിലും സഹായം കൊടുക്കാനായിരിക്കും വിളിക്കുന്നത്. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ കുറച്ച് പൈസ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അച്ഛൻ്റെ സഭയിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അവർ പള്ളി വേറെ സ്ഥലത്തു നിന്നൊക്കെ മാറി താമസിക്കുക വേണ്ട, അവരുടെ ഇടവക ഇവിടെങ്ങുമല്ല. അപ്പോൾ അച്ഛനെ, ഈ സഭയിൽപ്പെട്ട ആളായതുകൊണ്ട് അച്ഛനൊന്ന് വന്ന് ഞങ്ങൾ കളക്ട് ചെയ്ത് പൈസ അച്ഛനൊന്ന് കൊടുക്കണം. അപ്പോൾ എനിക്കും അത്ഭുതം തോന്നി. പിന്നെ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നതൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒന്നുമില്ലാത്ത വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്. അവിടുത്തെ അമ്മയുടെ ബ്രെയിനൊരു ഓപ്പറേഷൻ വേണം. മെഡിക്കൽ കോളേജിലൊക്കെ നോക്കിയിട്ട് ഉടനെ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അവർക്ക് എമർജൻസി ആയിട്ട് സർജറി ചെയ്യണം, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റൂ, ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് അവർക്ക് വേണം. അത് മനസ്സിലാക്കി ഷായിച്ചാൻ ഈ പൈസ കളക്ട് ചെയ്ത് അത് അവർക്ക് വെറുതെ കൊണ്ട് കൊടുത്താൽ മതി, ഞങ്ങൾ കളക്ട് ചെയ്താൽ മതി, എന്നാൽ അച്ഛനിവിടെ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് കൊടുക്കണം എന്ന് പറഞ്ഞ്, അവരെ ആശ്വസിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അവിടെ ചെന്നു. ഷായിച്ചാനും കൂടെ ഉണ്ട കുറച്ച് പ്രവർത്തകരും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് അവരെ കൊടുത്തു. അവർക്കത് ആശ്വാസമായി. ഒരു നല്ല സമരിയാക്കാരൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ് അവിടെ കാണാൻ സാധിച്ചത്. 7 അംഗങ്ങൾ താമസിക്കുന്ന ഒരു വീടാണ്. 2 അപ്പച്ചനും അമ്മച്ചിയും 2 കൊച്ചുമക്കളും ഒക്കെയായി 7 അംഗങ്ങൾ താമസിക്കും. ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞത് മഴ പെയ്യുമ്പോൾ ഭിത്തിയെ തൊടാൻ പറ്റിയ കറണ്ട് അടിക്കും, അത്രയ്ക്ക് ഇറുന്നിരിക്കുന്ന വീടാണ്. വല്ലാത്ത ഒരു 2-3 മുറി, 2 മുറിയിലാണ്, അടുക്കള ഉൾപ്പെടെ 2 മുറിയിലാണ് 7 അംഗങ്ങൾ താമസിക്കുന്നതെന്ന് നാം അറിയുമ്പോഴാണ് ഈ വീടിൻ്റെ ഒരു ദയനീയാവസ്ഥ.
ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ദൈവം കൊണ്ടുവരും, ദൈവം വരുത്തും. അതിനുള്ള എല്ലാ മാർഗങ്ങളും വളരെ നിസ്സാര സമയം കൊണ്ട്, വളരെ ചെറിയ സമയം കൊണ്ട് ദൈവം അത്ഭുതം നടത്തിയിരിക്കുന്നതാണ്. 80 വയസ്സിലും ഒരു കൊച്ചായനാണിത്. കൊച്ചുകുഞ്ഞെന്നാണ് പേര്, കൊച്ചായൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ 80 വയസ്സുണ്ടെങ്കിലും ആ കൊച്ചായൻ്റെ മനസ്സ് തന്നെയാണ്. ഞങ്ങൾ മരത്തോളിൽ നിന്നാണ് വീട്ടുവരെ. ഈ വീട്ടിൽ ഏകദേശം 7 അംഗങ്ങളുണ്ട്. ഇതിൽ അപ്പച്ചനാണ് ആരോഗ്യവൻ, 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഈ അപ്പച്ചനും അമ്മച്ചിയും കൂടെ നല്ലൊരു ലുലു മോൾ പോലത്തെ ചെറിയൊരു കട നടത്തുന്നുണ്ട്. പക്ഷേ നാരങ്ങ വെള്ളം മാത്രമേ ഉള്ളൂ. ഈ അവസ്ഥ കണ്ട്, ആ വരുമാനം കണ്ട് ഞങ്ങളൊരു ചെറിയ ലോട്ടറി കച്ചവടമൊക്കെ അപ്പച്ചൻ തുടങ്ങിക്കൊടുത്തു. ലോട്ടറി എടുത്ത് കച്ചവടം തുടങ്ങി 2-ാം ദിവസം തന്നെ നല്ല അടിയായിപ്പോയി, ഇല്ലയോ? 5000-ൻ്റെ 6 എണ്ണം, 10-12,000 രൂപ കിട്ടി. കയ്യിലിരുന്ന് വിറ്റില്ല ടിക്കറ്റ്. അപ്പം വിൽക്കാത്ത ടിക്കറ്റിനെ കുറിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് റിസൾട്ട് വന്നപ്പം 5000-ൻ്റെ 6 എണ്ണത്തിൽ 3 എണ്ണം അപ്പച്ചന്. അങ്ങനെ 2-ാം ദിവസം ടിക്കറ്റ് കച്ചവടം തുടങ്ങിയ 2-ാം ദിവസം 18,000 രൂപ കിട്ടിയ ഭാഗ്യവാനാണ്. വലിയ പ്രത്യാശയുള്ള മനുഷ്യനാണ്. സ്വർഗത്തെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ വലിയ പ്രത്യാശയിലാണ് അപ്പച്ചൻ്റെ ജീവിതം. എങ്ങനെ അപ്പച്ചനെ ഒന്ന് സഹായിക്കാൻ പറ്റുമെന്നുള്ള വലിയ ചിന്തയിലാണ് കരുതലച്ചൂട് കൂട്ടായ്മ. വ്യത്യസ്തമായ ചലഞ്ചാണ്, ചിലവ് കുറവുള്ള ചലഞ്ച്, എന്നാൽ വലിയ ആശയമാണ് ഞങ്ങൾ വിൽക്കുന്നത്. മെഴുകുതിരി ചലഞ്ച്. ക്രിസ്മസ് സമയത്ത് മെഴുകുതിരിയുമായി പ്രകാശത്തിൻ്റെ ആ ഒരു വെളിച്ചം വീടുകളിൽ നൽകി കൊച്ചായൻ്റെ വീട്ടിലൊരു പ്രകാശം വരണമെന്ന് ഞങ്ങളൊരു പറഞ്ഞു. ഈ തമ്പാഞ്ചായനും അച്ഛനും എല്ലാവരും കൂടി ഞങ്ങൾ ആ ഒരു വീട്ടിൽ കൂടിയപ്പോൾ ആലോചന ഒന്ന് കൂടി പ്രാർത്ഥിച്ച് ആരംഭിച്ച ഒരു ചലഞ്ച്. ഈ മെഴുകുതിരി ചലഞ്ചുമായിട്ട് പോയപ്പോൾ ആൾക്കാരൊക്കെ ഇത് കളിയാക്കി, എന്തുകൂടാ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് പോയി ആരെന്ത് തരും. പക്ഷേ ഞങ്ങൾ മെഴുകുതിരി ചലഞ്ചുമായി പ്രകാശവുമായി വീടുകളിൽ പോയപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് ലഭിച്ചത് ഞങ്ങളുടെ മെഴുകുതിരി കാത്തിരുന്ന കുടുംബങ്ങളും വ്യക്തികളും ഉണ്ടായിരുന്നു. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ വ്യത്യസ്തമായ ഒരു ചലഞ്ചാണ് മെഴുകുതിരി ചലഞ്ച്. 7 അംഗങ്ങൾ ഇരിക്കുന്ന ഒരു കുടുംബത്തിൽ പ്രകാശം വരുത്തുവാൻ ഈ പ്രകാശം ഉപകരിക്കണം. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ശരിക്കും പൊന്നും ഒരു കുന്തിരിക്കമായി ഞങ്ങൾ പറഞ്ഞ അപ്പച്ചനെ ദൈവമായി കാണണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പച്ചനിലൂടെ ദൈവത്തെ കാണണം. ക്രിസ്മസ് സമയത്ത് ഇതൊരു പുൽത്തൊഴുത്താണ് എന്നൊക്കെ ഒരു മെസ്സേജാണ് ഞങ്ങൾ ഈ വീടുകളിൽ കൊടുത്തത്. ഇതൊരു പുൽത്തൊഴുത്താണ്, യേശുക്രിസ്തു ജനിക്കുന്നത് ഇവിടെയാണ് എന്ന്. വികാരിയച്ഛൻ്റെ മുമ്പ് ഞാൻ ചോദിച്ചു, അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിലല്ല യേശുക്രിസ്തു, ഈ വീട്ടിലാണ് യേശുക്രിസ്തു എന്ന് പറയാനുള്ള സാഹചര്യം ഉണ്ടായി. അച്ഛൻ അത് ചിരിച്ചുകൊണ്ട് തന്നെ എൻ്റെ തോളത്തടിച്ച് അത് സ്വീകരിച്ചു. അതിന്ന് വൻ വിജയമായി. ഒരു പായസം ചലഞ്ചിലൂടെ അതുകൊണ്ട് അവസാനിച്ചു. 6 ലക്ഷം രൂപയോളം ശേഖരിക്കുവാൻ സാധിച്ചു. അതിനേക്കാൾ ഏറ്റവും സന്തോഷം, ഞാൻ ഈ വീട്ടിൽ ആദ്യം ഞങ്ങളെല്ലാം കൂടി വന്നപ്പം, അപ്പോൾ ഭാഗ ഉടമ്പടി വർഷങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ 4-5 വികാരിമാർ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം. ശരിക്കും ഞാനൊരു പ്രവാചക ദൗത്യം, പ്രവചനം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ വീട്ടിൽ കാല് കുത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം വളരെ ശക്തമായി പറഞ്ഞു, നീ ഇടപെടണം, സംസാരിക്കണം. ശരിക്കും ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പാൻ. ഇത് ഷാജി കെ ഡേവിഡ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെയോ ഞങ്ങളുടെ ഈ നിൽക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു വലിപ്പമല്ല പറയും, മറിച്ച് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ് ഇവിടെ. ഈ വസ്തുവിൻ്റെ ആധാരമാണ്. അവരന്റെ ജീവൻ നിന്റെ സ്വന്തമായി എന്നും കരുതേണമെന്ന ദിവ്യവാക്കുപോ നൽകിടാം ഞാൻ എനിക്കുള്ളതെല്ലാം, നൽകിടാം ഞാൻ എനിക്കുള്ളതെല്ലാം, നിന്റെ സ്നേഹം എല്ലാവർക്കുമേകാം. ശരിക്കും വലിയൊരു സ്വീകാര്യതയായിരുന്നു ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചത്. ആരും ചിന്തിക്കാത്ത വിധത്തിൽ തമ്പാൻചാൻ ആരും വിചാരിച്ച് കാണില്ല 6 ലക്ഷം രൂപ ഇങ്ങനെ ഒരു ശ്രമത്തിൽ കൂടി ശേഖരിക്കാൻ സാധിച്ചു. നമുക്ക് സാധിക്കാത്ത ഒന്നുമില്ല. നമ്മുടെ ഇടപെടലുകൾ നമുക്ക് സമൂഹത്തിൽ വ്യത്യസ്തതയും സമാധാനവും കൊണ്ടുവരാൻ പറ്റും. അപ്പച്ചനെ ഈ ദിവസങ്ങളിലൊക്കെ വീടിന് കല്ലിടും. എന്നോട് കയറിയപ്പോൾ തമ്പാൻചാൻ പറഞ്ഞത്, തമ്പാൻചാൻ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. തമ്പാൻചാൻ പറഞ്ഞു ശ്രമിച്ചു, പക്ഷേ തമ്പാൻചാൻ പറഞ്ഞു ഒരു കാരണവശാലും ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്നേരമൊക്കെ വളരെ ധൈര്യപൂർവ്വം, ആ ധൈര്യം ദൈവം തന്നൊരു ധൈര്യമാണ്. ആ ധൈര്യത്തിൽ ഞാൻ തമ്പാൻചാനോടും എൻ്റെ കൂടെ നിന്നോടൊക്കെ പറഞ്ഞു ഇത് ശരിയാവും. ഇന്ന് അപ്പച്ചൻ
വസ്തുവിന് ഉടമയായി. അപ്പച്ചന് 80 വയസ്സുണ്ട്. ഞങ്ങൾ സന്തോഷമായി പുതിയ വീട്ടിൽ താമസമാവും. ദൈവകൃപയാൽ കൂദാശ ചെയ്യപ്പെട്ട് അപ്പച്ചൻ്റെ മക്കളും കൊച്ചുമക്കളൊക്കെ വലിയ സ്ഥാനങ്ങളിലെത്തും. മിടുക്കരാണ് 2 കൊച്ചുമക്കൾ. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ്റെ മോനുള്ളത് മരിച്ചുപോയി. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, ആ മോനായിട്ട് ഞങ്ങളെ കാണാം എന്ന് അപ്പച്ചൻ്റെ പറഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ കണ്ണ് നിറഞ്ഞത് എനിക്ക് മനസ്സിലാവും. ഞാൻ 17 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ഈ അപ്പച്ചൻ്റെ കടയിൽ ദിവസവും വരുമായിരുന്നു. ദിവസവും രാവിലെ ഞാൻ കാർത്തിപ്പള്ളിയിൽ സൈക്കിൾ ചവിട്ടി അപ്പച്ചൻ്റെ അടുത്ത് വരും, അപ്പച്ചനെ കാണാൻ വരും. അപ്പച്ചൻ കട തുറക്കുമ്പോൾ എന്നെയാണ് കാണുന്നത്. ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത്തരത്തിൽ വലിയൊരു ദൈവിക അത്ഭുതത്തിൻ്റെ നടുവിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോകളും അവസാനിക്കുമ്പോൾ ചലഞ്ചുകൾക്ക് പറയുന്നൊരു വാക്കുണ്ട്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ ദൈവത്തിന് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ഇടപെടലുകളുണ്ടാവും. നാം കണ്ടിട്ട് അയ്യോ കഷ്ടം 500 1000 രൂപ കുഞ്ഞഞ്ചാൻ്റെ കയ്യിലോട്ട് വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ 10,000 രൂപ കയ്യിലോട്ട് കൊടുത്ത് ശരിയെന്ന് പറഞ്ഞു പോയാൽ തൽക്കാലമായി അപ്പത്തിന് സന്തോഷം. പക്ഷേ ശാശ്വതമായ ഒരു സന്തോഷവും സമാധാനവും ഈ വീട്ടിൽ വരണമെങ്കിൽ ഇവിടെ വ്യത്യാസം വരണം, നല്ല വീടുണ്ടാവണം, കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം, ഒക്കെ ഉണ്ടാവണം. അത്തരത്തിലുള്ള ശരിക്കും ഈ ഗ്രാമം ദത്തെടുത്ത ഒരു കുടുംബമാണ്. നല്ല ശമ്രായനായി നീ വന്നു, നന്മകളേറെ പകർന്നു തന്നു. ഒരു തിരുനാളമായി എരിയുമെൻ മനസ്സിൽ സാന്ത്വനം. പ്രാണനു കുളിരായി സഹയാത്രികനായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, അച്ഛാ ഇവിടെ തോട്ടപ്പള്ളി അച്ഛൻ്റെ പള്ളിക്ക് അടുത്ത് ഒരു രാജുചേട്ടനുണ്ട്. രാജുചേട്ടന് ഒരു കാലില്ല. രാജുചേട്ടൻ്റെ സഹോദരി ഒരു ക്യാൻസർ രോഗിയാണ്. സഹോദരിയുടെ മകള് ഒരു പഠിത്തം കഴിഞ്ഞ് ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്, പെൺകുട്ടിയാണ്. അപ്പോൾ ഇവർക്ക് ഒരു വീടില്ല. വളരെ പരിതാപകരമായ അവസ്ഥ. വീട്ടിലത് മാത്രമല്ല, അവർ ആ പെൺകുട്ടി വന്നാൽ മറ്റൊരു വീട്ടിലാണ് പോയി താമസിക്കുന്നത്. പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. അപ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഒന്നിച്ചുകൂടാ. അപ്പോൾ അച്ഛനൊന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നല്ല കാര്യമാണെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് എൻ്റെ അടുത്ത് വന്നു. ആദ്യമായിട്ട് ഷായിച്ചാൻ വണ്ടിയിൽ പോയി, ഞാനും എൻ്റെ കാർ എടുത്തുകൊണ്ടാണ് അവിടെ പോയത്. അവിടെ ചെന്നപ്പോഴാണ് കഷ്ടിച്ച് വണ്ടി പോകുന്ന വഴിയാണ്, വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. വഴി വീട് നടന്ന് വേറൊരാളുടെ വസ്തു കൂടെ നടന്നു പോകണം. നല്ല വഴിയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു ചായ്പിൽ അവരുടെ വീട് പൊളിഞ്ഞു വീണതിൻ്റെ സൈഡിൽ ചായ്പ് പോലെ വെച്ച് അവിടെയാണ് ഇവർ രണ്ടുപേരും കിടക്കുന്നത്. ഷായിച്ചാൻ പറഞ്ഞ പോലെ ആ പെൺകുട്ടി വന്ന അടുത്തുള്ള വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ടാണ് ആ കുട്ടി കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ പരിതാപകരമായ അവസ്ഥ. അത് കണ്ടപ്പോൾ എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. പക്ഷേ ഒത്തിരി ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു. കാരണം വഴിയില്ല. എങ്ങനെ ഇവിടെ ഒരു വീട് പണിയും? അവിടെ സാധനങ്ങൾ ഇറക്കിയിടാൻ പോലും സ്ഥലമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളും തടസ്സങ്ങളും എൻ്റെ മനസ്സ് വന്നപ്പോൾ ഷായിച്ചാൻ വളരെ പോസിറ്റീവാണ്. നമുക്കിത് ചെയ്യണം, നമുക്കൊരു ചലഞ്ച് വെക്കാം, നമുക്കിത് ചെയ്യാം. ഷായിച്ചാൻ ആദ്യം അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ചലഞ്ചൊക്കെ പ്രഖ്യാപിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞത് ഈ വീട് പാലുകാച്ചിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റാണ്. ഞാൻ ഞെട്ടിപ്പോയി, ഇതെങ്ങനെ നടക്കുന്നേ? നല്ല പപ്പടം വെളിച്ചെണ്ണയ്ക്കാതെ കടലമാവ് മുക്കി നല്ല പപ്പടമോളി, നിങ്ങൾക്കറിയാം പപ്പടമോളി ഒന്നും അല്ല വിഷയം. പപ്പടമോളി വിറ്റ് ഈ അമ്മയ്ക്ക് ഒരു കൊച്ചു വീടുണ്ടാക്കി. നിങ്ങൾ സഹകരിക്കണം. 24-ാം തീയതി രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെ. അതാണ് ഷായിച്ചാൻ്റെ ഒരു പ്രത്യേകത. അവിടെ പോയിട്ട് ചലഞ്ച് പ്രഖ്യാപിക്കുന്നു, പൈസ കളക്ട് ചെയ്യാനുള്ള ഡേറ്റ് പ്രഖ്യാപിക്കുന്നു, അതോടൊപ്പം തന്നെ ആ വീടിൻ്റെ ഉദ്ഘാടനവും പ്രഖ്യാപിക്കുകയാണ്. വേറെ അങ്ങനെ അതിൻ്റെ ഒരു ആ പാലുകാച്ചലിൻ്റെ ദിവസം നിശ്ചയിക്കുമ്പം ആ രാധയുടെ മുഖത്ത് സന്തോഷം കണ്ടു. ഭയങ്കര സന്തോഷമായി. അപ്പം അവർ ശരിക്കും പറഞ്ഞൊരു പുതിയ വീട്ടിലേക്ക് താമസിക്കുന്നൊരു പ്രതീതിയായി ഇപ്പോൾ അവർക്ക്. അപ്പോൾ അവിടെ കൂടുതൽ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഇവിടെ വീട് പണിയാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഈ ബോർഡൊക്കെ അടിച്ച് ഒരു വീടൊക്കെ പണിയണമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത്. വലിയ പൈസ ഒന്നും ആകത്തില്ലല്ലോ, കിട്ടുന്ന പൈസ കൊണ്ട് ചെറിയ രീതിയിൽ അവർക്ക് താമസിക്കാനൊരു വീട്. അപ്പം ഷായിച്ചാൻ പക്ഷേ അത് അത്ര അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഷായിച്ചാൻ എൻ്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞു, ആ അമ്മയുടെ ആഗ്രഹം എന്നോട് പറഞ്ഞിരുന്നു, 2 മുറിയേ ഉള്ളെങ്കിലും കട്ട കെട്ടിയുള്ളൊരു വീട് വേണമെന്ന് ആ അമ്മ പറഞ്ഞത്, ആ ക്യാൻസർ രോഗിയായ ആ അമ്മ പറഞ്ഞത്. അപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് എന്തുവാ, ഇവിടെ എങ്ങനെ കട്ട കൊണ്ട് ഇറക്കി വെക്കാൻ സ്ഥലമില്ല, കൊണ്ടുവരാൻ പറ്റത്തില്ല, എങ്ങനെ നടക്കും? പക്ഷേ ഷായിച്ചായന് ആ അമ്മയുടെ ആഗ്രഹമാണ്, നമുക്കത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചലഞ്ച് തോട്ടപ്പള്ളി പാലത്തിനടുത്ത് വെച്ച് ചലഞ്ച് നടത്തി. ജോഷുവ പിതാവാണ് ആ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തത്. അത് ഷായിച്ചാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഷായിച്ചാൻ്റെ പ്രത്യേകത, നമ്മളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കും, കേക്കൊക്കെ മുറിക്കും, എല്ലാവർക്കും ഇച്ചിരി കേക്ക് കൊടുക്കും. ഷായിച്ചാൻ ഒരു ചലഞ്ച് അങ്ങ് നടത്തും.
ഷായ്ച്ചാന് പരിചയമുള്ള എല്ലാവരെയും വിളിക്കും, എൻ്റെ ബർത്ത്ഡേ ആണ്, വരണം. Happy birthday to you. Happy birthday to you. എന്നിട്ട് അവർ വന്നിട്ട് ആ ചലഞ്ചിന് ആവശ്യമായിട്ടുള്ള സംഭാവനകൾ കൊടുക്കും. അന്നത്തെ ബർത്ത്ഡേക്കാണ് ആ രാജുചേട്ടൻ്റെ വീടിന് ആവശ്യമായിട്ടുള്ള പൈസ കിട്ടി. വീട് പണിത് കൊടുത്തു. വീടിൻ്റെ ഉദ്ഘാടനം നടത്തിയപ്പോൾ അന്ന് വീടിൻ്റെ വഴി പ്രശ്നമായിട്ട് പലരും വീട് കണ്ടിട്ടില്ല. ആ വീടിൻ്റെ പാലുകാച്ചിൻ്റെ അന്നാണ് പലരും വീട് കാണാൻ വന്നത്. വന്ന് കണ്ടവർക്കൊക്കെ ഭയങ്കര സങ്കടം. കാല് വയ്യാത്ത ഈ സഹോദരൻ, ഈ രാജുചേട്ടൻ പോകുന്ന വഴിയില്ലാത്ത സ്ഥലത്തൂടെ പോകുന്ന കാര്യങ്ങളും അവരുടെ അവസ്ഥയെ കണ്ട് സങ്കടപ്പെട്ട് ഇവിടുത്തെ ബദനിയിലെ സിസ്റ്റേഴ്സ് വന്നായിരുന്നു. സിസ്റ്റേഴ്സ് വന്നിട്ട് അവർക്ക് വീടിൻ്റെ അകത്ത് ആവശ്യമായ മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും ദീപാവലിയായിരുന്നു. ആ വീട്ടിൽ പുത്തിരിയെ കത്തിച്ച് ദീപാവലി പകലാണെങ്കിലും ആഘോഷിച്ചു. ഓഗസ്റ്റ് 24 ആരംഭിച്ച ഒരു പ്രയത്നം ദൈവം സഫലീകരിക്കുകയാണ്. എന്റെ ദൈവത്തിന് എല്ലാവിധ നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. നല്ല ശമ്രായനായി നീ വന്നു. ഷായ്ച്ചാൻ്റെ ഉദ്ദേശം അവർക്കൊരു സന്തോഷം വരണം. അവരുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടും പ്രയാസവും പ്രാരാബ്ദവും കഷ്ടതയൊക്കെയാണ്. നമുക്കൊരു സന്തോഷം പകർന്നു കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഷായ്ച്ചാൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ ഞാനൊന്ന് മനസ്സിലാക്കിയത്. പിന്നെ എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയൊരു കാര്യമുണ്ട്. അതായത് ഈ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ എന്നോട് ഷായ്ച്ചാൻ ഒരു വാക്ക് പറഞ്ഞു. അച്ഛാ, ആർക്കെങ്കിലും വീടില്ലാത്തവരുണ്ടോ? അച്ഛൻ്റെ പരിചയത്തിലുണ്ടോ? നമുക്ക് വീട് പണിത് കൊടുക്കാം. ആർക്കെങ്കിലും. ഇത് ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. വീടില്ലാത്ത പലരെയും എനിക്ക് പരിചയമുണ്ടെങ്കിലും അവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു സാധ്യത എൻ്റെ മുന്നിലില്ല. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം, ഞാൻ ആ സങ്കടം എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഞാനിതിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. ഒരു എൻ്റെ ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഈ മഴ പെയ്യുമ്പം വായിൽ വെള്ളം വീഴും. അപ്പോൾ തിരിഞ്ഞു കിടക്കുമ്പം ചെവി വെള്ളം വീണാൽ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. ചെവിക്കകത്ത് വെള്ളം വീണാൽ ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ഉറങ്ങാത്ത രാത്രി ഞാൻ കഴിഞ്ഞു ഒന്നും മറന്നിട്ടില്ല. ആ കഴിഞ്ഞ് മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ വീടില്ലാത്തതിൻ്റെ പ്രയാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു എൻ്റെ മനസ്സിൽ അത്തരം പഴയ കാലം മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കായംകുളത്ത് ഒരു വീട്ടിൽ, എരിവേലൊരു വീട്ടിലാണ് സജു എന്ന് പറയുന്ന ഈ മോൻ താമസിക്കുന്ന വീടാണ്. ഭിന്നശേഷിയിൽപ്പെട്ടതാണ്. സുന്ദരനാണ് ആള്. പക്ഷെ സ്നേഹോളവത്തിലാണ്. പക്ഷെ ഭയങ്കരം ചില സമയങ്ങളിലൊക്കെ ആശാൻ അങ്ങ് വയലന്റ് ആവും. എന്നാലും ആരെ ഉപദ്രവിക്കുന്നുള്ളൂ. പക്ഷെ അമ്മയെ ഉപദ്രവിക്കും. കഴിഞ്ഞ ഈ മാർച്ച് മാസം കൊറോണ ബാധിച്ച് മരിച്ച ഒരു പിതാവിന്റെ മോനാണ്. ഇങ്ങനെ 3 കുട്ടികൾ ഈ വീട്ടിലുണ്ട്. ഈ കുട്ടികൾ താമസിക്കുന്ന വീടാണ്. ഇവർക്ക് ഒരു നല്ല വീട് ഇന്നൊക്കെ തരത്തിലുള്ള സത്രത്തിലാണ്. ഞാൻ 2 കൊറോണ ബാധിച്ച പിതാക്കന്മാർ മരിച്ച 2 കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയാണ്. ഓഗസ്റ്റ് 24 എന്റെ ജന്മദിനമാണ്. ഈ ജന്മദിനത്തിന് ഒരു പലതരം ചലഞ്ചുകളുണ്ട്. 15ാമത്തെ ചലഞ്ചാണ് ഈ ജന്മദിനത്തിന്. ഞാൻ എന്റെ സുഹൃത്തുക്കളെല്ലാം ഞാൻ വിളിക്കുകയാണ്. എന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ചെറിയ സൽക്കാരം, വലിയ സമ്മാനം. അതാണ് എന്റെ സ്വപ്നം. ചെറിയ സൽക്കാരം, വലിയ സമ്മാനം. ഇത് എനിക്ക് വളരെ സ്നേഹം തോന്നുന്നു. എന്റെ പുറത്ത് കയറുന്നതാണ്. എനിക്കൊരു ബുദ്ധിമുട്ട് കൊണ്ട് തോന്നുന്നില്ല. നമുക്കൊക്കെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ തരുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കണം. എനിക്ക് വാക്കുകൾ പറയുവാൻ ബുദ്ധിമുട്ടുന്നു. നമുക്ക് ഈ കുഞ്ഞിനെ സഹായിക്കുവാൻ വേണ്ടി, ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഓഗസ്റ്റ് 24 തീയതി എന്റെ ജന്മദിനം ഞാൻ ആഘോഷിക്കുകയാണ്. 1000 പേരെ ഞാൻ വിളിക്കും. നിങ്ങളുടെ വീട്ടിൽ ക്ഷണക്കത്തുമായി ഞാൻ വരും. ഹരിപ്പാട് ചൈതന്യയുടെ മുമ്പിൽ ഞങ്ങൾ തയ്യാറാക്കുന്ന ചെറിയ പന്തലിൽ നിങ്ങൾ വരണം. ചെറിയ സൽക്കാരം, വലിയ സമ്മാനം. ആ സമ്മാനം 2-3 കുടുംബങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ ഒരു കാര്യത്തിന് പൈസ കണ്ടെത്താൻ നമുക്ക് പല എളുപ്പമാർഗ്ഗങ്ങളുണ്ട്. ഒന്നുമല്ലെങ്കിൽ 50,000 രൂപ വെച്ച് 4, 5, 6 പേരോട് ചോദിച്ച് അവരുടെ നിന്ന് ആ പൈസ കളക്ട് ചെയ്ത് വീട് പണിയുകയോ സഹായിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഷായ്ച്ചാൻ്റെ പ്രവർത്തന രീതി വ്യത്യസ്തമായ രീതിയാണ്. അത് ഈ സമൂഹത്തിലുള്ള അനേകം പേരോട് ചോദിക്കും. 10 രൂപ പോലും തരാൻ കഴിവുള്ള ആളാണെങ്കിൽ അവരോടും ചോദിച്ച് അവരുടെ 10 രൂപയും കൂടി ഈ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ജനകീയമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഷായ്ച്ചാൻ ചലഞ്ചുകളിലൂടെ നടത്തി ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഷായ്ച്ചാൻ്റെ ചലഞ്ചെന്ന് പറയുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം അതിൽ ഉൾപ്പെടുത്തും. ഷായ്ച്ചാൻ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല,
കാരുണ്യപ്രവൃത്തി ചെയ്യാൻ അവിടെയുള്ള ആൾക്കാരെയൊക്കെ പ്രേരിപ്പിക്കുകയും അവരെ അതിനൊക്കെ സഹകരിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വല്ലാത്തൊരു ഒരു ഒരു സന്തോഷം ഒരുമാതിരി സങ്കടത്തിലേക്ക് വഴിമാറുന്ന ഒരു സന്ധിയാണിത്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം 1,84,000 രൂപ രാവിലത്തെ അന്തരീക്ഷവും രാവിലത്തെ ഈ ചലഞ്ചിന്റെ ഒരു പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും വന്നാൽ ഒരു 12 മണി വരെ ഞാനും ഞങ്ങളുടെ സഹപ്രവർത്തകരും ഒക്കെ തന്നെ വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു. ഇത് എന്തായി തീരും, എത്ര രൂപ കിട്ടും, ഒരു 50,000 രൂപയെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചവരുണ്ട്. പക്ഷെ അവിടെ ഒക്കെ ഞാൻ പറയും, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഈ കാണുന്ന പണം ദൈവത്തിന്റെ പ്രവർത്തനങ്ങളാണ്. കാര്യം റോഡുകളിൽ അനാഥമായി ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞു, ഒരു വണ്ടികൾ നിർത്തിയില്ല, ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴൊക്കെ നിരാശ ഞങ്ങളുടെ മനസ്സിൽ തോന്നാതെ തന്നെ ആ പ്രദേശങ്ങളുള്ള വീടുകളിലേക്ക് ഞങ്ങൾ ഈ പ്രവർത്തകർ പോയി. ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് നിൽക്കുന്ന ഈ ചുറ്റും നിൽക്കുന്നവർക്കാണ്. ഈ പൈസ സുധയെ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിനോട് നന്ദിയും സ്നേഹവും പറഞ്ഞുകൊണ്ട് സുധയെ ഏൽപ്പിക്കുന്നു. ഇതിൽ പരിശ്രമിച്ച എല്ലാവരോടും ദൈവത്തിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സെക്രട്ടറി, പഞ്ചായത്ത് മെമ്പർമാർ, സനൽ, തമ്പി മെമ്പർ, ഷൈനി മെമ്പർ, മുൻ മെമ്പർ രാജുചേട്ടൻ, അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാ പേരുടെ പറയുമ്പോൾ ഒരു കരുതലിന്റെ പ്രവർത്തകർ രാവിലെ 8 മണിക്ക് തുടങ്ങിയതാണ്. ശരിക്കും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. കാര്യം നല്ല മഴ. ഞാൻ പ്രാർത്ഥിച്ച് ദൈവം ഈ മഴ 8 മണിക്ക് നിൽക്കണേന്ന് പ്രാർത്ഥിച്ചു. 8-നും നിന്നില്ല, 8:30-ക്കും നിന്നില്ല. എല്ലാവരുടെ മനസ്സിലുമുണ്ട് ഇതെന്തായി തീരും, ഈ ചലഞ്ച് എത്ര. ഈ സുധയുടെ പേര് പറഞ്ഞെല്ലാം ഇതും പറഞ്ഞു. സുധയും വിഷമിച്ചു കാണും, ദൈവമേ ഇവിടെ എന്നെ നിരാശനാക്കുകയാണ്. സുധയുടെ പ്രാർത്ഥന, ഈ നിൽക്കുന്നവരുടെയൊക്കെ പ്രാർത്ഥന ഈ പൈസ കൊടുക്കുകയാണ്. സുധയ്ക്ക് 2 വാക്ക് പറയണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം രാവിലെ ഒരു പറയുകയാണ്. സുധയും പറഞ്ഞു ഈ ക്രിസ്തുരാജിന്റെ എത്ര നന്ദി പറഞ്ഞാലും എന്റെ പ്രാർത്ഥന എന്നും ഉണ്ടാവും. ഇപ്പോൾ ഈ ഷാജാൻ ഒത്തിരി വീടുകൾ പണിത് കൊടുക്കുക, പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുക, രോഗികൾക്ക് സഹായം ചെയ്തു കൊടുക്കുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പൈസ കണ്ടെത്താനുള്ള ഷാജാൻ്റെ വഴിയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. ഇന്നലെ എനിക്ക് അത്ഭുതം തോന്നി. 1-2 മണിക്കൂർ കൊണ്ട് ഇവിടെ ജംഗ്ഷനിൽ പടവലങ്ങ ചലഞ്ച് നടത്തിയിട്ട് 52,000 രൂപ അല്ലേ, 54,000 രൂപ കളക്ട് ചെയ്തു. ഒരു വീട്ടിൽ പട്ടിണി കിടക്കുന്ന ഒരു വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു. വെറും പട്ടിണി കിടക്കുമല്ല, ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം ഒന്ന് മുളക് ചാലിച്ച് ചോറുണ്ണൻ, ഓമയ്ക്ക ആവിച്ചു. ഓമയ്ക്ക നമുക്ക് ഔഷധമാണ്, പക്ഷേ ആ കുടുംബത്തിന് ഓമയ്ക്ക കൂട്ടാനാണ്. ഒരു തേങ്ങ ഇല്ല, അത് ഓമയ്ക്ക അവിച്ച് വെച്ചാണ് ആ ചോറ്. 4 പേരുണ്ട്, പട്ടിണി അവർ. അപ്പോൾ ആ പട്ടിണി മാറ്റാൻ മറ്റൊരു മാർഗ്ഗമില്ല ഉടൻ. പക്ഷേ അച്ഛൻ പറഞ്ഞ പോലെ ചലഞ്ചുകളിൽ കൂടി തന്നെയല്ല. എൻ്റെ 1ാമത്തെ വീട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ ഈ പലചരക്ക് സാധനമായിട്ട് വീട്ടിൽ പോകും. അന്ന് ഞങ്ങൾ ഹരിപ്പാട്ട് ഹോസ്പിറ്റലിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം ഇത് പാചകം ചെയ്ത് കഴിക്കാൻ ആരോഗ്യമുള്ളവർക്ക് ഈ അരിയും സാധനവും കൊണ്ടു കൊടുത്തൊരു വീട്ടിൽ എൻ്റെ അച്ഛൻ ഒന്ന് മനസ്സിൽ ഇപ്പോഴും ഒരു വിങ്ങലാണ് വീട്. 3 പേരിൽ 2 പേര് മാനസിക രോഗിയാണ്. ഒരു മോനാണെന്നുണ്ടെങ്കിൽ ലിംഗത്തിൽ ക്യാൻസർ. ഞാൻ അങ്ങനെ അത്ര ക്യാൻസർ വളരെ കുറവാണ് ഞാൻ കേട്ടിട്ടില്ല. അപ്പം 3 രോഗികളാണ്, 2 പേര് മാനസിക രോഗികളാണ്. ആ ഭിത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരിവാൾ പോലെ വളഞ്ഞിരിക്കുക, എപ്പോൾ വീഴുമെന്ന് അറിയില്ല, മേലൊക്കെ എല്ലാം. പക്ഷേ എൻ്റെ കൂടെ അന്ന് ജോർജ് സാറും അങ്ങനെ ഓരോ പ്രായമുള്ള ആൾക്കാരൊക്കെ അന്ന് എൻ്റെ കൂടെ ഇത് കൊടുക്കാൻ വന്നു. പക്ഷേ ജോർജ് സാർ 12 മണിക്ക് എന്നെ വിളിച്ചു, ഷാജി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല വീട് കണ്ടിട്ട്, നമുക്ക് എങ്ങനെയും ആ മേൽക്കൂര ഒന്ന് മാറിക്കൊടുക്കും. എൻ്റെ മനസ്സിൽ ഒരിക്കലും മേൽക്കൂര മാറിക്കൊടുക്കുക എന്നുള്ളതല്ല, അരിവാൾ പോലത്തെ ഭിത്തി. ഇപ്പം മോളെയും കൊണ്ട് ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുവിടാൻ നേരം എൻ്റെ മോടെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ രാജീവിനോട് ഞാൻ പറഞ്ഞു, ഈ കഥ പറഞ്ഞു. രാജീവ് നമുക്കൊന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. ആ രാജീവ് അന്ന് ആ വീട് പണിക്ക് വേണ്ടിയുള്ള മുഴുവൻ പൈസയും ഒരു മേശരിയെ കോൺട്രാക്ടറെ വിളിച്ച് ഏൽപ്പിച്ച് ആ വീട് പൂർത്തി. 1ാമത്തെ വീട് അങ്ങനെ എൻ്റെ സുഹൃത്ത് രാജീവ് ഒരു വീട് വെച്ച് കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതാണ്, വേണമെങ്കിൽ എനിക്ക് 10,000-2,000 കൊടുത്തിട്ട് അവിടെ നീ പോരാ. പക്ഷെ എൻ്റെ മനസ്സിൽ ആ വീടിൻ്റെ ഒരു ഭാരം, നമ്മൾ നല്ല വീട്ടിൽ കഴിയുമ്പം ഒരു 3 രോഗികൾ കഴിയുന്നൊരു വീട്, അതോടൊപ്പം അവരുടെ ഒരു കൊച്ചുമോൾ അന്ന് +2 കഴിഞ്ഞിട്ട് +2 ഫുൾ A+. ആ A+ കഴിഞ്ഞ കുട്ടികളുടെ താല്പര്യം ചോദിച്ചപ്പോൾ D.Pharm പോകാൻ പറഞ്ഞു. മോളെ D.Pharmന് പോയിട്ട് കഥയില്ല, ബാച്ചലർ ഡിഗ്രി എടുക്കുക. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ എൻ്റെ അച്ഛനെ കൊണ്ട് D.Pharmന് തന്നെ മാർഗ്ഗമില്ല. ഇനി 124 പേരോട് ചോദിച്ചു ഈ കൊച്ചിനെ പഠിപ്പിക്കാവോ എന്ന്. 124 പേരോട് ചോദിച്ചു. ഈ 124 പേര് ഓരോ 10,000-15,000 തരാം, 5,000 തരാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ആ ഒരു ശ്രമം ഞാൻ ഉപേക്ഷിച്ചില്ല. 125ാമത് എൻ്റെ മുൻ വികാരി, ചേപ്പാട്ട് മർത്തോപ്പുള്ള മുൻ വികാരി TS ഫിലിപ്പച്ചനുണ്ട്. അന്ന് അച്ഛനെ വിളിച്ചു, അച്ഛൻ ഇങ്ങനൊരു ആവശ്യമുണ്ട്, ഫുൾ A+ മേടിച്ച കുട്ടിയാണ്, ആ കുട്ടിക്ക് D.Pharm ആണ് താല്പര്യം, ഞാൻ B.Pharm എന്ന് പറഞ്ഞൊരു സ്വപ്നം കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അച്ഛൻ അന്ന് വൈകിട്ട് 4 മണിയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി ആളായിട്ടുണ്ട്, ആ കൊച്ചിനെ പഠിപ്പിക്കാനുള്ളൊരു സ്പോൺസറായി ഷാജി എന്നോട് പറഞ്ഞു വന്നു. ആ കുട്ടി ഇന്ന് M.Pharmന് പഠിക്കുക. ഈ B.Pharm സ്പോൺസർ ചെയ്തിരിക്കുന്ന അദ്ദേഹം തന്നെ ആ കുട്ടിയെ M.Pharmന് വരെ എത്തിച്ചു.
വേണമെങ്കിൽ എനിക്കൊരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പൈസ കൊടുത്തിട്ട് മോളെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പൈസ എന്നും പറഞ്ഞിട്ട് വേണ്ടി എനിക്ക് അവിടുന്ന് പോരാ. എന്നാൽ എൻ്റെ മനസ്സിൽ ആ കുട്ടി B.Pharm പഠിച്ചിറങ്ങുന്ന ഒരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതെൻ്റെ മകളെപ്പോലെ എൻ്റെ ഹൃദയഭാരം എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ അത്തരത്തിൽ അതിന് പലരോടും ചോദിച്ചു. 124-125 പേരോട് ചോദിച്ചപ്പോൾ ആ കുട്ടി M.Pharmന് പഠിക്കുന്നു. ഇങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങൾ ഷായിച്ചാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു കൂട്ടായ്മയ്ക്ക് പേരിട്ടേക്കുന്നത് കരുതൽ എന്നാണ്. നാടൻ ചീര വേണോ? ചീര മുടിക്ക് ആരോഗ്യത്തിനും മെച്ചം. ഈ കടയിൽ കാണുന്ന ഈ റോയിൽ കാണുന്ന 3 ഈ പറഞ്ഞ ലോട്ടറി, കൊച്ചുപോന് ലോട്ടറി കച്ചവടം. കൊച്ചുപോന് വേറെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൊച്ചുപോനും ഇവിടെ നിന്ന് ലോട്ടറി വിൽക്കുകയാണ്. ഇത് ചീര, അപ്പുറത്ത് കരിക്ക്. അത്തരത്തിൽ സമൂഹത്തിലെ ജോലി ചെയ്യാൻ പറ്റാതെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടെത്തി അവർക്ക് ചീരയായും പടവലങ്ങ കച്ചവടമായും കപ്പലണ്ടി കച്ചവടമായും ലോട്ടറി കച്ചവടമായും ഉണ്ണിയപ്പ കച്ചവടമായും ഏത്തക്കപ്പ കച്ചവടവും കരിക്ക് കച്ചവടമൊക്കെ ആയിട്ട് അവരെ സമൂഹത്തിൻ്റെ പുതിയ പന്താവിലേക്ക് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സന്തോഷത്തിലാണ് കരുതൽ ഉച്ചോട് കൂട്ടുകാർ. നല്ലൊരു പ്രാർത്ഥനയാണ് ഇത് വരുന്നത്. എൻ്റെ പേര് പ്രേമ. ഇതെൻ്റെ മകൻ അപ്പു. എനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയോ ഒരു വരുമാനവും ഇല്ല. പിന്നെ എനിക്ക് സുഖമില്ലാതിരിക്കുകയാണ്. സമൂഹവും വീട്ടുകാരും എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു വീടോ ഇത്തിരി മണ്ണോ ഒന്നുമില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ എനിക്ക് എന്താ പറയണ്ടേ, ദൈവത്തിനെ പോലെ ഒരാളിനെ കൊണ്ടു തന്നു, ഷാജി സാർ എന്ന് പറയുന്ന ആളിനെ ഇറക്കി വിടാൻ ഭാവിച്ചു. അവിടെ നിന്നാണ് ഷാജി സാർ എന്നെ രക്ഷിച്ചത്. അദ്ദേഹത്തിനെ ഞാൻ ദൈവത്തെ പോലെയാണ് കാണുന്നത്. ഷാജി സാറാണ് ഇന്ന് എന്നെ ഇവിടെ നിന്ന് കരകയറ്റിയത്. ഇത് വിറ്റാണ് എൻ്റെ ഉപജീവനമാർഗം നടക്കുന്നത്. എനിക്ക് ഒരു നിവൃത്തിയും ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് എൻ്റെ 2 മക്കളെ പഠിപ്പിച്ച്. ഷാജി സാർ എൻ്റെ ദൈവമാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ വെറും വട്ടപൂജ്യമാകും. നല്ല ശമ്രായനായി നീ വന്നു, നന്മകളേറെ പകർന്നു തന്നു. ഒരു തിരുനാളമായി എരിയുമെൻ മനസ്സിൽ സാന്ത്വനം. പ്രാണനു കുളിരായി സഹയാത്രികനായി നല്ല ശമ്രായനായി നീ വന്നു, നന്മകളേറെ പകർന്നു തന്നു. ഒരു തിരുനാളമായി എരിയുമെൻ മനസ്സിൽ സാന്ത്വനം. പ്രാണനു കുളിരായി സഹയാത്രികനായി